2026 മെയ് മാസം ഡൽഹി. രാത്രിയിലും ഒരിക്കലും ഉറങ്ങാത്ത നഗരം. ഓരോ രാത്രിയിലും ആയിരക്കണക്കിന് ആളുകൾ ബസ്സുകളിൽ യാത്ര ചെയ്യുന്നു. ഓഫീസുകളിലും ഫാക്ടറികളിലും മണിക്കൂറുകളോളം ജോലി ചെയ്ത ശേഷം സ്വന്തം വീടുകളിലേക്ക് മടങ്ങുന്നു. പക്ഷേ 2026 മെയ് മാസം 12-ാം തീയതിയിലെ ആ രാത്രി ഡൽഹിയിലെ തിരക്കേറിയ റോഡുകളിലൂടെ ഒരു സ്ലീപ്പർ ബസ് കൂടി സഞ്ചരിക്കുകയായിരുന്നു. പുറമേ നോക്കുമ്പോൾ അതൊരു സാധാരണ ബസ്സായിരുന്നു. എന്നാൽ അതിന്റെ അകത്ത് മനുഷ്യത്വത്തെയും മനസാക്ഷിയെ നടുക്കിയ ഒരു ക്രൂരത അരങ്ങേറിക്കൊണ്ടിരുന്നു. ഒരു ജോലി ചെയ്യുന്ന യുവതി, ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്, മനുഷ്യത്വം പോലും മറന്ന രണ്ട് ക്രൂരന്മാർ. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ നടന്നത് മുഴുവൻ രാജ്യത്തെയും ഞെട്ടിച്ചു. ഇത് വെറുമൊരു ക്രൈം സ്റ്റോറി മാത്രമല്ല, ഒരിക്കലും നിശബ്ദമാകാത്ത ഒരു നഗരത്തിന്റെ ഇരുണ്ട യാഥാർത്ഥ്യമാണ്. റോയൽ ട്രാവൽസ് എന്ന പേരിൽ ഓടുന്ന ഒരു സ്ലീപ്പർ ബസ്സിലായിരുന്നു ഈ സംഭവം നടന്നത്. അന്ന് രാത്രി സരസ്വതി വിഹാർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു യുവതി ആ ബസ്സിൽ കയറി വീട്ടിലെത്തുക എന്നൊരു സാധാരണ പ്രതീക്ഷയോടെ. പക്ഷെ അവൾക്കറിയില്ലായിരുന്നു ആ യാത്ര അവളുടെ ജീവിതത്തിലെ ഏറ്റവും ഭീകരമായൊരു രാത്രിയായി മാറാനിരിക്കുകയാണെന്ന്. മെയ് മാസം 12-ാം തീയതിയിലെ ആ രാത്രിയും എല്ലാം സാധാരണ പോലെ തന്നെയായിരുന്നു. ആൾക്കാർ അവരുടെ ജോലികളും നൈറ്റ് ഷിഫ്റ്റുകളും കഴിഞ്ഞ് വീടുകളിലേക്ക് മടങ്ങിക്കൊണ്ടിരുന്നു. അതേ രാത്രി മറ്റൊരു യുവതിയും തന്റെ ജോലി ചെയ്യുന്ന ഫാക്ടറിയിലെ ഷിഫ്റ്റ് കഴിഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. അവളുടെ ചുമലുകളിൽ ജോലി സമ്മർദ്ദം മാത്രമല്ല ഉണ്ടായിരുന്നത്, മുഴുവൻ കുടുംബത്തിന്റെ ഉത്തരവാദിത്വവും ആ ഒരു പെൺകുട്ടിയുടെ മേലായിരുന്നു. ഈ ജോലി ചെയ്തവൾ സമ്പാദിക്കുന്ന പണം മുഴുവനും കുടുംബത്തിന്റെ ഭക്ഷണത്തിനും മറ്റാവശ്യങ്ങൾക്കുമായി ചിലവഴിക്കുമായിരുന്നു. അവളുടെ ഭർത്താവ് അസുഖബാധിതനായിരുന്നു. അതോടൊപ്പം സംരക്ഷിക്കപ്പെടേണ്ട 3 പേർ കൂടെ അവരുടെ വീട്ടിലുണ്ടായിരുന്നു. അവർക്കായി അവൾ ദിവസവും പുതിയ ഷിഫ്റ്റുകളിൽ ജോലി ചെയ്തു, കഷ്ടപ്പെട്ട് പണം സമ്പാദിച്ച് മരുന്നുകൾക്കായി ചിലവഴിച്ചു. പക്ഷെ ആ രാത്രി വീട്ടിലേക്ക് മടങ്ങാനെടുത്ത ചെറിയ തീരുമാനം അവളെ നേരെ ഒരു ഭീകര കുടുക്കിലേക്കാണ് കൊണ്ടുപോയത്. അങ്ങനെയൊന്ന് അവൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാകില്ല. നരകത്തെക്കാളും ഭീകരമായ ഒന്നിലേക്ക്. രാത്രി മംഗോൾപുരിയിലെ ഫാക്ടറിയിൽ ജോലി കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി. എല്ലാ ദിവസത്തെയും പോലെ പ്രീതംപുരിയിൽ നിന്ന് ബസ് കയറി വീട്ടിലേക്ക് മടങ്ങുക എന്നതായിരുന്നു അവളുടെ പതിവ്. അതുകൊണ്ട് തന്നെ നടന്നവൾ സരസ്വതി വിഹാറിലെ B ബ്ലോക്ക് ബസ് സ്റ്റാൻഡിലെത്തി. രാത്രി ആയതിനാൽ ബസ് സ്റ്റാൻഡിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതിനിടെ ഒരു സ്ലീപ്പർ ബസ് അവളുടെ മുന്നിൽ വന്ന് നിന്നു. ബസിന്റെ വാതിൽ തുറന്നു. അകത്തു നിന്ന് ഒരു ശബ്ദവും കേട്ടു. ആ ശബ്ദം കേട്ട് യുവതി ബസിന്റെ അടുത്തേക്ക് അല്പം മുന്നോട്ട് പോയി നോക്കി. അടുത്തെത്തിയപ്പോൾ ബസ്സിൽ കണ്ടക്ടർ അവളോട് എന്തോ ചോദിക്കാൻ ശ്രമിക്കുന്നത് പോലെ തോന്നി. എന്നാൽ അടുത്ത നിമിഷം എല്ലാം മാറിപ്പോയി. വെറും 10 സെക്കൻഡിനുള്ളിൽ ആ പെൺകുട്ടിയുടെ ജീവിതം തകർന്നടിയാൻ പോവുകയായിരുന്നു. അവസരം മുതലെടുത്ത ആ ബസിന്റെ കണ്ടക്ടർ പെട്ടെന്ന് അവളെ ആ ബസ്സിനുള്ളിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. അതിനുശേഷം വാതിലടഞ്ഞു. ആ യുവതിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകുന്നതിന് മുൻപ് തന്നെ ആ ബസ് അതിവേഗത്തിൽ അവിടെ നിന്നും പുറപ്പെട്ടു. അവൾ ഇപ്പോഴും മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു തനിക്കിവിടെ എന്താണ് സംഭവിച്ചത് എന്ന്. അതേസമയം ഡൽഹി മുഴുവനും ഇതൊന്നും അറിയാതെ സ്വന്തം ജീവിതത്തിൽ തിരക്കിലായിരുന്നു. ആ സ്ലീപ്പർ ബസിന്റെ അകത്ത് ഒരു ഭീകര കുറ്റകൃത്യം നടക്കുകയാണെന്ന് ആരും അറിഞ്ഞില്ല. പിന്നീട് ഈ സംഭവം പുറത്തു വന്നപ്പോൾ മുഴുവൻ നഗരവും നടുങ്ങിപ്പോയി. ആ യുവതിയെ ബസ്സിൽ കയറ്റിയതിനു ശേഷം ബസ് ഡൽഹിയിലെ പല റോഡുകളിലൂടെയും അലഞ്ഞു നടക്കുകയായിരുന്നു. ഏകദേശം 2 മണിക്കൂർ വരെയും ആ ബസ് എവിടെയും നിർത്തിയില്ല. ബസിന്റെ അകത്ത് 3 പേർ മാത്രം, ഒരു കണ്ടക്ടർ, ഒരു ബസ് ഡ്രൈവർ, അവസാനമായി ദിവസം മുഴുവനും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് വീട്ടിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുന്ന ആ യുവതി. ആദ്യം കണ്ടക്ടർ ബലമായി അവളെ ആക്രമിക്കാൻ തുടങ്ങി. അവൾ വീണ്ടും വീണ്ടും രക്ഷപ്പെടാൻ ശ്രമിച്ചു. അവളെ ക്രൂരമായി ടോർച്ചർ ചെയ്തു, പീഡിപ്പിച്ചു. അവൾ എത്ര പ്രതിരോധിക്കാൻ ശ്രമിച്ചിട്ടും സാധിച്ചില്ല. ദിവസം മുഴുവനും ജോലി ചെയ്ത് തളർന്ന അവൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അല്പസമയത്തിന് ശേഷം ഈ കണ്ടക്ടർ ഡ്രൈവിംഗ് സീറ്റിലേക്ക് പോയി. അപ്പോൾ ബസ് ഡ്രൈവർ പിന്നിലേക്ക് സ്ലീപ്പർ ഭാഗത്തേക്ക് എത്തി. ആ യുവതിയെ രക്ഷിക്കേണ്ട ആളായിരുന്നു അവൻ. അവളെ സഹായിക്കുന്നതിന് പകരം അവൻ അതേ ക്രൂരത വീണ്ടും വീണ്ടും തുടരുകയായിരുന്നു. ആ ക്രൂരതയ്ക്കിടെ ആ യുവതിയുടെ ശരീരത്തിൽ നിരവധി മുറിവുകളും പാടുകളും ഉണ്ടായി. അവൾ വീണ്ടും വീണ്ടും രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നെ വിട്ടയക്കണമെന്ന് അപേക്ഷിച്ചു.
എങ്ങനെയെങ്കിലും ആ ഭീകരതയിൽ നിന്നും രക്ഷപ്പെടണമെന്ന് അവൾ ഒരുപാട് ശ്രമിച്ചു, യാചിച്ചു. പക്ഷെ ആ രാത്രി ഓടിക്കൊണ്ടിരിക്കുന്ന ആ ബസ്സിൽ അവളെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അവൾ ഉറക്കെ നിലവിളിക്കുകയായിരുന്നു, സഹായത്തിനായി കരഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ പൂർണ്ണമായും അടച്ചിട്ടിരുന്ന ആ ഒരു ബസ്, ആ AC ബസ്സിൽ നിന്നും ഒരു ശബ്ദം പോലും പുറത്തു കേട്ടില്ല. വാസ്തവത്തിൽ ആ ബസ്സിനകത്തെ ക്രൂരകൃത്യം നടക്കുമ്പോൾ ഡൽഹിയിലെ പലരും ആ ബസ് റോഡിലൂടെ പോകുന്നത് കണ്ടിരുന്നു. പക്ഷേ എല്ലാ വശങ്ങളിലും മൂടിയിരുന്നതിനാൽ അകത്ത് ഇത്ര വലിയ കുറ്റകൃത്യം നടക്കുകയാണെന്ന് ആർക്കും മനസ്സിലായില്ല. ഇങ്ങനെ മുഴുവൻ 2 മണിക്കൂർ കടന്നുപോയി. അവസാനം ഡ്രൈവറും കണ്ടക്ടറും അവരുടെ ഈ ക്രൂരതയെല്ലാം അവസാനിപ്പിച്ച ശേഷം, അവരുടെ ആഗ്രഹങ്ങളെല്ലാം അടങ്ങിയതിനു ശേഷം ആ യുവതിയെ ബസ്സിൽ നിന്നും താഴെ ഇറക്കി വിട്ടു, വളരെ നിസ്സാരമായി. അതിനുശേഷം ആ പെൺകുട്ടിക്കുണ്ടായിരുന്ന ഒരേയൊരു ചിന്ത എങ്ങനെയും പോലീസിനെ അറിയിക്കുക എന്നത് മാത്രം. അവൾ പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിച്ചു. പോലീസിനെ വിളിച്ചിട്ട് അവൾ പറഞ്ഞത്, 2 പേർ തൻ്റെ മേൽ ക്രൂരമായ ആക്രമണം നടത്തി, തന്നെ രക്ഷിക്കണം, തനിക്ക് നീതി വേണമെന്ന് അവൾ ആവശ്യപ്പെട്ടു. ഈ ഒരു സംഭവം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെ അവരത് അതീവ ഗൗരവത്തിലെടുത്തു. യുവതിക്ക് ഉടൻ പോലീസ് സഹായവും സുരക്ഷയും നൽകി. അവൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയതിനു ശേഷം അവൾ മുഴുവൻ സത്യവും പോലീസിനോട് പറഞ്ഞു. പോലീസ് ഉടൻ അന്വേഷണം ആരംഭിച്ചു. അടുത്ത് ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം കേട്ടാൽ നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞു പോകും, ഹൃദയത്തിൽ വല്ലാത്തൊരു ഭാരം തോന്നിപ്പോകും. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി ലോകത്തിലെ ഏറ്റവും ഭീകരമായ ഒരു കുറ്റകൃത്യം എന്ന് ഞാൻ കരുതപ്പെടുന്ന ഈ ഒരു ക്രൂരത അനുഭവിച്ചിരിക്കുകയാണ്. എന്നിട്ടും ആശുപത്രിയിൽ കിടന്നുകൊണ്ടിരുന്ന അവൾ വീണ്ടും വീണ്ടും പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു, നിങ്ങളുടെ റിപ്പോർട്ടുകളും നടപടികളും എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദയവായി എന്നെ വീട്ടിലേക്ക് പോകാൻ അനുവദിക്കണം. എൻ്റെ വീട് നോക്കാൻ അവിടെ ആരും തന്നെ ഇല്ല. എൻ്റെ കുടുംബം മുഴുവനും എന്നെ കാത്തിരിക്കുകയാണ്. ഞാൻ വീട്ടിലെത്തിയിട്ട് വേണം ഭക്ഷണം ഉണ്ടാക്കി അവർക്കെല്ലാം കൊടുക്കേണ്ടത്. ഇത് കേട്ടപ്പോൾ ഡോക്ടർമാരുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. മറ്റൊരു വശത്ത് അവിടെ നിന്നുകൊണ്ട് മുഴുവൻ റിപ്പോർട്ടും തയ്യാറാക്കിക്കൊണ്ടിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉള്ളിൽ കൂടുതൽ ദേഷ്യവും കോപവും ഉയരാൻ തുടങ്ങി. അതോടെ പോലീസ് അന്വേഷണം കൂടുതൽ വേഗത്തിലാക്കി. ഇവർ പറഞ്ഞ എല്ലാ വിവരങ്ങളും, ബസിന്റെ നിറം, ആളുകളുടെ രൂപം, അവരുടെ പെരുമാറ്റം, ഈ വിവരങ്ങളെല്ലാം ശേഖരിച്ച ശേഷം പോലീസ് ആ ബസ്സിനെ കണ്ടെത്തി. ബസ് കണ്ടെത്തി അകത്ത് കയറിയപ്പോൾ അതിനുള്ളിൽ ഡ്രൈവറും കണ്ടക്ടറും ഉണ്ടായിരുന്നു. 2 പേരെയും പിടിച്ചു. അതുപോലെ തന്നെ ബസ്സിനകത്ത് നിന്ന് ചില നിർണായക തെളിവുകളും കണ്ടെത്തി. അവ കാണുമ്പോൾ തന്നെ ആ യുവതിക്കെതിരെ നടന്ന ക്രൂരത ഈ ബസ്സിനകത്താണ് നടന്നത് എന്ന് വ്യക്തമായിരുന്നു. ഇതിനിടെ യുവതിയുടെ മെഡിക്കൽ റിപ്പോർട്ടും പുറത്തു വന്നു. പിന്നീട് ഈ റിപ്പോർട്ടുകൾ ഈ 2 പേരുമായി താരതമ്യം ചെയ്തു. എല്ലാം പൊരുത്തപ്പെട്ടതിന് ശേഷമാണ് ഈ കുറ്റകൃത്യം ചെയ്തത് ഇവർ തന്നെയാണ് എന്ന് തെളിഞ്ഞത്. ഈ വീഡിയോ ചെയ്യാനുള്ള ഏക ഉദ്ദേശം നിങ്ങൾ കൂടുതൽ ജാഗ്രതയോടുകൂടി ഇരിക്കണം എന്നതാണ്. ഇതുവരെയും ഈ 2 പേർക്ക് അതീവ ശിക്ഷയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. ആ പെൺകുട്ടിയുടെ വേദന നിങ്ങൾക്ക് മനസ്സിലാകുന്നുവെന്നുണ്ടെങ്കിൽ, ആ പെൺകുട്ടി ആ സമയത്ത് ശാരീരികമായി അനുഭവിച്ച വേദനയെക്കാളും മാനസികമായി ഒരുപാട് അവൾ വേദന അനുഭവിച്ചു. ആ ഒരു സാഹചര്യത്തിലും അവളുടെ മനസ്സിൽ കടന്നു വന്നത് അവളുടെ കുടുംബമായിരുന്നു. താനില്ലെങ്കിൽ കുടുംബം എന്ത് ചെയ്യും? അവർക്ക് ആര് ഭക്ഷണം കൊടുക്കും? കുടുംബത്തെ ആര് നോക്കും? അസുഖബാധിതരായി കിടക്കുന്ന അച്ഛൻ, അമ്മ, ഭർത്താവ്, ഇവരെയൊക്കെ ആരാണ് നോക്കുക? മരുന്ന് ആരാണ് നൽകുക? തനിക്ക് എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല, എങ്ങനെയും വീട്ടിലെത്തിയാൽ മതി, അവരെ ഒന്ന് കണ്ടാൽ മതി, അവർക്കൊന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ മതി. അതാണ് ശരീരത്തിലുള്ള വേദനയെക്കാളും അവൾ മാനസികമായി ഒരുപാട് തന്നെ വേദനിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ നിയമ നടപടികളെല്ലാം പൂർത്തിയായെങ്കിൽ ദയവായി എന്നെ വീട്ടിലേക്കൊന്ന് പറഞ്ഞയക്കണം, അവിടെ എന്നെയും കാത്ത് ഒരുപാട് പേരുണ്ടെന്ന്. പല സ്ത്രീകളുടെയും അവസ്ഥ ഇതുതന്നെയാണ്. ആ പെൺകുട്ടിയുടെ വേദന നിങ്ങൾക്ക് മനസ്സിലാകുന്നുവെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്, ആ പെൺകുട്ടിക്ക് നീതി ലഭിക്കണം. അതൊരു പക്ഷേ നിങ്ങളുടെ പിന്തുണ കൊണ്ടായിരിക്കാം ലഭിക്കുന്നത്. ഈ ഒരു സംഭവത്തിലൂടെ എനിക്ക് പറയാനുള്ളത്, ഒരു നിമിഷത്തെ അശ്രദ്ധ പോലും ജീവിതം മുഴുവനും മാറ്റിമറിക്കാം. സമൂഹം സുരക്ഷിതമാകുന്നത് നിയമങ്ങൾ കൊണ്ട് മാത്രമല്ല, മനുഷ്യരുടെ ജാഗ്രതയും ഉത്തരവാദിത്വവും കൊണ്ടാണ്. സ്ത്രീകളുടെ സുരക്ഷ എന്നത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. അനീതിക്കെതിരെ ശബ്ദമുയർത്തുകയും ഇരകൾക്ക് പിന്തുണ നൽകുകയും ചെയ്യുന്നത് ഒരു സമൂഹത്തിന്റെ തന്നെ മനുഷ്യത്വത്തെയാണ് കാണിക്കുന്നത്. മിണ്ടാതിരിക്കുന്നത് ഒരിക്കലും പ്രശ്നം അവസാനിപ്പിക്കില്ല. ജാഗ്രതയും ഐക്യവും മാത്രമാണ് മാറ്റം കൊണ്ടുവരുന്നത്. ഇത് ഒരു യഥാർത്ഥ സംഭവമാണെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ സോഴ്സും ലിങ്ക്സും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമന്റിലും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. പോകുന്നതിന് മുൻപായി ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. എങ്കിൽ മാത്രമേ മറ്റൊരുപാട് പേരിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ സഹായിക്കും. നിങ്ങളുടെ ബെസ്റ്റ് കമൻറ്റ് അടുത്ത വീഡിയോയിൽ വരും. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.